റോഷൻ രാജു 2026 കീം എക്സാമിൽ 100% സ്കോറോടെ കേരള ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ് അങ്കമാലി സ്വദേശിയായ റോഷൻ രാജു. മാന്നാനം കെ സ്കൂളിൽ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ എൻട്രൻസ് പരിശീലനം നേടിയാണ് റോഷൻ കീം എക്സാമിലെ വിജയികളുടെ മുൻനിരയിൽ തന്നെ എത്തിയിരിക്കുന്നത്. കേരള എഞ്ചിനീയറിംഗിൽ മാത്രമല്ല 2026 ജെ അഡ്വാൻസ്ഡ് എക്സാമിൽ ഓൾ ഇന്ത്യ 134 റാങ്കോടെ കേരളത്തിലെ ഒന്നാമനാകാനും ജെയ് മെയിൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ 699 റാങ്ക് നേടാനും റോഷന് സാധിച്ചിരുന്നു. അങ്കമാലി സ്വദേശിയായ റോഷന്റെ പിതാവ് രാജു KSFEയിൽ മാനേജറായി സേവനമനുഷ്ഠിക്കുന്നു. അമ്മ ജാസ്മിൻ ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായും സേവനമനുഷ്ഠിക്കുന്നു. കേരള എഞ്ചിനീയറിംഗിൽ ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ച റോഷൻ രാജുവിന് ബ്രില്യൻ ഫാമിലിയുടെ ആശംസകൾ. 2026 ജെയ് മെയിൻ ടോപ്പർ അതുപോലെ ജെയ് അഡ്വാൻസ് ടോപ്പർ ഇതാ കീം എക്സാമിന്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തപ്പോൾ 100% മാർക്കോടെ കീം ടോപ്പറുമായിരിക്കുന്ന റോഷൻ രാജുവാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന. റോഷൻ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ കീം ടോപ്പറായി മാറിയിരിക്കുകയാണ്, എന്ത് തോന്നുന്നു? വളരെ അധികം സന്തോഷമുണ്ട്. കീമിൽ 100% കിട്ടി. കീമിൻ്റെ എക്സാം എഴുതിയപ്പോൾ അത്യാവശ്യം എളുപ്പമായതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് അറിയായിരുന്നു. പിന്നെ 100% കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ കീം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? കീമിന് മാത്രമായിട്ട് ഉള്ള പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ജെ മെയിൻസും ജെ അഡ്വാൻസിനും മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ കീം പോയി എഴുതി എന്നിട്ട് 100% കിട്ടി. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം ജെ അഡ്വാൻസ്ഡ് അല്ലെ ആ ഒരു എക്സാംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. ആ ഒരു ടഫ്നെസ് ഇല്ലാത്തൊരു എക്സാമാണ് കീം എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് വിദ്യാർത്ഥികൾ ഭയങ്കര പ്രതീക്ഷയോടെ എഴുതുന്ന ഒരു എക്സാമാണ്. സോ ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ജെ ആൻഡ് കീം? കീമിൽ ലൈക്ക് 150 ക്വസ്റ്റ്യൻസ് ഇൻ 3 hours ആണ്. അപ്പോൾ കമ്പയർഡ് ടു ജെയ് ടൈം കൺസ്ട്രെയിൻ്റ് ഭയങ്കര പ്രശ്നമാണ്. കീമിന് ഓക്കെ. അപ്പോൾ കീമിന് നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ അതിന് ലൈക്ക് കീം കംപ്ലീറ്റ്ലി ഫോർമുല ബേസ്ഡ് ആണ്. അപ്പോൾ അതിന് പ്രിപ്പറേഷൻ ആ ഒരു രീതിയിൽ ചെയ്തു പോയാൽ അതിന് നല്ല സ്കോർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ ആവശ്യം വരുന്നത് കീം എക്സാമിലാണ് അല്ലേ? അപ്പോൾ ഇപ്രാവശ്യത്തെ കീം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ചോദിക്കാൻ കാരണം കഴിഞ്ഞ വർഷത്തൊക്കെ കീം എക്സാമിന്റെ ചോദ്യപേപ്പർ നിങ്ങൾ എന്തായാലും ചെയ്ത് കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യത്തെ കീം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ചതും എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് കീമിൻ്റെ ഇപ്രാവശ്യത്തെ എക്സാം ലൈക്ക് എസ്പെഷ്യലി കെമിസ്ട്രിയും ഫിസിക്സും കഴിഞ്ഞ വർഷത്തേക്കായും ഇച്ചിരി പാടായിട്ടാണ് തോന്നിയത്. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു വിജയത്തിൽ ബ്രില്യന്റിലെ അധ്യാപകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? കീമിന് ഇത്രയും സ്കോർ കിട്ടിയതിൽ വളരെ സന്തോഷം. ഈ എല്ലാ ബ്രില്യൻ്റ് ടീച്ചേഴ്സിനോടും, എൻ്റെ ക്ലാസ് ടീച്ചർ ജോസഫ് സാറിനോടും കോർഡിനേറ്റർ ബിജു സാറിനോടും എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ബ്രില്യൻ്റിൽ ഇപ്പോൾ റോഷൻ തന്നെ ജൂനിയേഴ്സ് അടുത്ത വർഷത്തേക്കുള്ള എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനായിട്ട് തുടങ്ങുന്നുണ്ട്. ഒട്ടനവധി വിദ്യാർത്ഥികൾ അടുത്ത വർഷത്തെ വിവിധ എൻട്രൻസ് എക്സാമുകൾക്കായിട്ട് ഇപ്പോഴേ ആ ഒരു പ്രാക്ടീസ് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. അവരോടൊക്കെ റോഷന് പറയാനുള്ളത് എന്താണ്? ലൈക്ക് ആൻ അഡ്വൈസ് ഓർ എ സജഷൻ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പം ഈ പ്രിപ്പറേഷൻ്റെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കഴിവിനെ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമുക്ക് അത്രയും ഒരു ജെയ് എന്ന് പറഞ്ഞ വലിയൊരു എക്സാമിനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്നോ നല്ലൊരു ടോപ്പർ ആവാൻ പറ്റുമെന്നോ അതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ബ്ലൈൻഡ്ലി കണ്ണടിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ മാർക്ക് കുറയോ ടെൻഷൻ അടിക്കുകയോ വേറെ ആൾക്കാർ പറയണ കേൾക്കുകയോ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മുടെ 100% എഫേർട്ട് അവിടെ ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു എക്സാം വിജയിക്കുന്നതിനായിട്ട് ലൈക്ക് ബ്രില്യൻ്റ് എന്നുള്ള എന്ത് ഫെസിലിറ്റിയാണ് റോഷൻ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത്? ഇ ലേണിംഗ് ആപ്പിൽ ബ്രില്യൻ്റ് ഇ ലേണിംഗ് ആപ്പിൽ ലൈക്ക് എല്ലാ എക്സാംസിനും ലൈക്ക് കീം മാത്രമല്ല ജെ അഡ്വാൻസ്, ജെ മെയിൻസ്, IIT, ലുസാറ്റ്, ബാക്കി എല്ലാ എഞ്ചിനീയറിംഗ് എക്സാംസിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോഡൽ എക്സാംസും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന എക്സാംസിനെ ലൈക്ക് കീമിൻ്റെ ഒക്കെ ജെ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷനൊപ്പം തന്നെ നോക്കി പോയിരുന്നു. ഓക്കെ, അപ്പോൾ റോഷൻ വൺസ് അഗെയിൻ
കൺഗ്രാജുലേഷൻസ്. ഓക്കെ, ഇത്ര വലിയൊരു വിജയം, അതായത് കേരളം ഏറെ ഉറ്റുനോക്കുന്ന കീം എക്സാമിൽ കേരള ടോപ്പറായി മാറിയേന്. ഓക്കെ, സോ കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.